ആലപ്പുഴയിൽ നിന്നുള്ള ഒരു അപകട വാർത്ത വരികയാണ്. കായംകുളത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് യുവാവ് മരിച്ചു. കൊയ്പ്പള്ളി സ്വദേശി അരവിന്ദാണ് മരിച്ചത്. വീടിന് മുൻപിൽ വെച്ച് ദേഹത്തേക്ക് തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, എങ്ങനെയായിരുന്നു ഈ അപകടം? എന്താണ് വിവരങ്ങൾ? മനീഷ്, കേൾക്കാമോ? എങ്ങനെയായിരുന്നു ഈ അപകടം? എന്താണ് വിവരങ്ങൾ? ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് അപകടം നടക്കുന്നത്. കായംകുളത്തെ കാരാഴിമ കൊയ്പ്പള്ളി കാരാഴിമയിലാണ് 32 വയസ്സുകാരൻ അരവിന്ദ് വീടിൻ്റെ മുൻപിൽ പല്ല് തേച്ച് നിൽക്കുന്ന സമയത്താണ് വീടിൻ്റെ മുൻപിലത്തെ തെങ്ങ് കടപുഴകി മേത്തേക്ക് വീണത്. തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചു, പിന്നീട് മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അരവിന്ദിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴയുണ്ട്. മഴയേക്കാൾ ഉപരി വലിയ രീതിയിലുള്ള കാറ്റാണ് ആലപ്പുഴ ജില്ലയിലെമ്പാടുമുള്ളത്. കായംകുളത്തൊക്കെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ മരം കടപുഴകി വീണിട്ടുണ്ട് എന്നുള്ള വാർത്ത നമുക്ക് ലഭിച്ചിട്ടുണ്ട്, വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊന്നും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ ഈ കൊയ്പ്പള്ളി കാരാഴിമയിലാണ് 32 വയസ്സുകാരൻ അരവിന്ദിന് ജീവൻ നഷ്ടമായി എന്ന വാർത്ത പുറത്തു വരുന്നത്. ബിടെക് പൂർത്തിയാക്കിയ ശേഷം പിന്നീട് വിദേശത്തേക്ക് പോകാനിരിക്കുന്ന ആളായിരുന്നു അരവിന്ദ്. അടുത്ത 2 ദിവസങ്ങൾക്ക് ശേഷം വിദേശത്ത് പോകാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഈ കുടുംബത്തിന് ഏൽക്കുന്നത്. ഒപ്പം തന്നെ ആലപ്പുഴ ചേർത്തലയിൽ റെയിൽവേ സ്റ്റേഷന് മുൻപിൽ വലിയ മരം കടപുഴകി വീണു. റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ് ദേശീയപാതയിൽ മരം കടപുഴകി വീണത്. അവിടെ അരമണിക്കൂറോളം സമയം ഗതാഗതം സ്തംഭിച്ചു. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി നിലവിൽ ചേർത്തലയിലെ ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മരങ്ങളടക്കം മുറിച്ചു മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ ഇപ്പോഴും ജില്ലയിൽ മഴ തുടരുന്നുണ്ട്, ശക്തമായ കാറ്റുമുണ്ട്. വേണുബാലകൃഷ്ണൻ. മനീഷ്, കുട്ടനാട്ടിലേക്ക് സാഹചര്യം എന്താണ്? വേണുബാലകൃഷ്ണൻ, ഈ കുട്ടനാട്ടിലെ നിലവിൽ ജലനിരപ്പ് പൊതു സ്ഥലങ്ങളിലൊന്നും ഉയർന്നിട്ടില്ല, പൊതു ജലാശയങ്ങളിലൊന്നും ഉയർന്നിട്ടില്ല. പക്ഷേ പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് നിലവിൽ വീടുകളിലേക്കും ഒക്കെ തന്നെ റോഡുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ വെള്ളം കയറിയതാണ്. ആ വെള്ളമൊക്കെ തന്നെ ഒഴുകിപ്പോകുന്ന സാഹചര്യം നിലവിൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം തോട്ടപ്പള്ളിയിൽ പൊഴി മുറിച്ചിട്ടുണ്ട്. ഏകദേശം മുഴുവനായി പൂർണ്ണ തോതിൽ ജലം തോട്ടപ്പള്ളി പൊഴി വഴി ഒഴുകിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ നിലവിൽ അവിടെ വലിയ വെള്ളക്കെട്ടോ വലിയ പ്രശ്നങ്ങളോ ഇല്ല. ഈ പാടശേഖരങ്ങൾക്ക് സമീപത്തുള്ള റോഡുകളിലും വീടുകളിലുമാണ് പ്രശ്നമുള്ളത്. പക്ഷേ മഴ ഈ രീതിയിൽ തുടർന്നാൽ പ്രത്യേകിച്ചും മീനച്ചിലാർ, മണിമലയാർ, പമ്പയാർ, അച്ചൻകോവിലാർ തുടങ്ങിയ ആറുകളിൽ നിന്നും കിഴക്കൻ മേഖലകളിൽ പ്രത്യേകിച്ചും കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ പെയ്യുന്ന മഴയുടെ പ്രതിഫലനം അത് കുട്ടനാട്ടിൽ പ്രത്യേകിച്ചും സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. പക്ഷേ ഈ തോട്ടപ്പള്ളിയിൽ നിന്നും ജലം ആ രീതിയിൽ ഒഴുകിപ്പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ആശ്വാസം ഉണ്ടായേക്കും. നിലവിൽ കുട്ടനാട്ടിൽ മഴ ഈ തുടരുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. പക്ഷേ ശക്തമായ മഴ കുട്ടനാട്ടിൽ പെയ്യുന്നില്ല, മറ്റു പ്രദേശങ്ങളിലാണ് മഴയുള്ളത്, ഒപ്പം തന്നെ കാറ്റുമുള്ളത്. വേണുബാലകൃഷ്ണൻ. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്തെ വിവരങ്ങൾ നൽകാനുണ്ട്. അഖിൽ ഷാ, തിരുവനന്തപുരത്ത് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്തിൽ ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ അറിയിക്കേണ്ടത് പൊന്മുടി ഇക്കോ ടൂറിസം. ഈ കഴിഞ്ഞ ദിവസം മഴ കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം അത് തുറന്നു കൊടുത്തത്. ഇന്ന് മുതൽ ജനങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാമെന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്നത് പ്രകാരം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്താണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും പ്രധാനമായും ഇത്തരത്തിൽ പൊന്മുടി മേഖലകളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ മരങ്ങൾ ഒടിഞ്ഞു വീഴാനും അതുപോലെ തന്നെ മണ്ണിടിച്ചിലിനുമൊക്കെയുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം മറ്റൊരു കാര്യം, ഈ തോരാത്ത മഴയിൽ ആറ്റിങ്ങലിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. നാവായിക്കുളം മമ്മൂലി പാലത്തിന് സമീപം ഒരു കുടുംബം ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യം നിലവിലുണ്ട്. അവരെ ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഒപ്പം ഈ ശക്തമായ മഴയിൽ ആറ്റിങ്ങലിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്, ചിറയൻകീഴിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. ഒരു സ്കൂളിന്റെ മതിലുൾപ്പെടെ ഇടിഞ്ഞ് പോയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നിലവിൽ അറിയിക്കാൻ കഴിയുന്ന വിവരം. മറ്റൊന്ന്, ഈ തിരുവനന്തപുരത്തിന്റെ നഗരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലുമൊക്കെ ഇത്തരത്തിൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്, വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. പൂവച്ചലിൽ വിവിധ ഇടങ്ങളിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അതായത് കൃഷി മേഖലയിലേക്ക് വെള്ളം കയറുകയും വലിയ രീതിയിലുള്ള നാശം ഉണ്ടായിട്ടുള്ള കാര്യമാണ് നിലവിൽ അറിയിക്കാനുള്ളതൊപ്പം നെയ്യാറ്റിൻകര, പാറശാല, പൊഴിയൂർ മേഖലകളിലും നിലവിൽ മഴ തുടരുന്നുണ്ട്. പൊഴിയൂരിൽ കടലാക്രമണം, ഈ തിരമാലയുടെ ശക്തിയൊക്കെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ അറിയിക്കുന്നത്. എന്തായാലും നഗരത്തിന് പുറത്ത് ഇപ്പോഴും മഴ തുടരുകയാണ്. വേണു.
ശരി, അഖിൽ ഷാൻ സാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.